നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ആകുലത വിടൂ. കാരണം പിതാവ് പറയാണ്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്, ഇത് താനേ മാറിക്കോളൂ. നമ്മൾ പിതാവിലേക്ക് നോക്കുക. 2, ഈ ജീവിതത്തിന് വേണ്ടി അല്ല നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് അനന്തമായ വേറൊരു ജീവനുണ്ട്. 3, കഴുതപ്പുറത്ത് വന്ന ഈശോയുടെ മനോഭാവത്തിലേക്ക് നമ്മൾ വരിക, വിനയാന്വിതനാകുക, കുതിരപ്പുറവും അമ്പും വില്ലും മുടയുക. നമ്മുടെ ജീവിതത്തിനൊരു ക്രമീകരണം ഉണ്ടാകണം. നമ്മൾ എന്തെല്ലാം അഹങ്കാരത്തിൻ്റെയോ പ്രൗഢിയുടെയോ ചിഹ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുക. നമ്മൾ കുടുംബത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ തെറ്റ് കാണാതെ കണ്ണടയ്ക്കുക, എന്നിട്ട് കർത്താവിന് കൊടുക്കുക. ഓക്കെ, എൻ്റെ കഥ കഴിഞ്ഞു, കടലാസ് വന്നു. നമുക്കൊന്ന് കണ്ണടച്ച് നന്ദി പറയാം. എഴുന്നേറ്റ് നിൽക്കുക എല്ലാവരും. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. എല്ലാവരും ദാഹത്തോടെ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണം. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഭിഷേകം നമുക്ക് നൽകുന്നതിനും നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ വലിയ സമാധാനത്തിൻ്റെ ഒരു ജീവിതം ഉണ്ടാകുന്നതിനും എളിമപ്പെടുന്നതിനും മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വ്യഗ്രത കൂടാതെ ഞങ്ങളിലുള്ള ഫരിസേയ മനോഭാവത്തെ ഈ വലിയ ആഴ്ചയിൽ കുരിശിൽ തറയ്ക്കുന്നതിനും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തുതിക്കുക. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശന്തല ഹലബല മഖീരിയ ഹീരിയല്ല ഹലബല മഖീരിയ. എല്ലാവരും അതരം തുറന്ന് സ്തുതിക്കുക. നമ്മുടെ ജീവിതത്തെ എളിമപ്പെടുത്താൻ വേണ്ടി വിട്ടുകൊടുക്കുക. കുതിരപ്പുറത്തല്ല രാജാവ് വന്നത്, കഴുതപ്പുറത്ത് വന്ന ഈ ഹോശാനയുടെ സന്ദേശത്തിൽ കർത്താവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. കഴിഞ്ഞു.